MT എന്ന രണ്ടക്ഷരം ഒരു കടലാണ്. മലയാള സാഹിത്യ ലോകത്ത് ഒരുപാട് തിരയിളക്കങ്ങളുണ്ടാക്കിയ കടൽ. മൗനം വാചാലമാക്കി MT ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെയൊക്കെ മലയാളിയെ വായിക്കുവാൻ പഠിപ്പിച്ചു. വള്ളുവനാടൻ മിത്തും ശൈലികളും വായനക്കാർക്ക് കടം തന്ന കഥാകാരൻ കൂടിയാണ് MT. സാഹിത്യലോകത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റായിരുന്നു ഓരോ MT കഥകളും. അത് കരിമ്പനകളെപ്പോലും കടപുഴക്കിയെറിയാൻ ശേഷിയുള്ള കാറ്റായിരുന്നു. ഓരോ MT കഥയും ഒരു ചരിത്രമാണ്. യാഥാസ്ഥിതിക നായർ തറവാടും മരുമക്കത്തായവും ജന്മിത്തത്തിൻ്റെ അവസാനവുമെല്ലാം പ്രതിപാദിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയെപ്പറ്റിയുള്ള ചരിത്രമായിരുന്നു MTയുടെ പല രചനകളും. MT കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കുട്ടിയെഴുത്തിയും ഭ്രാന്തൻ വേലായുധനും ലീലയുമെല്ലാം ഒരു ചെറു നൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിലെങ്ങോ ഇപ്പോഴും മങ്ങാതെ കിടപ്പുണ്ട്. ആത്മകഥാംശമുണ്ട് ഓരോ MT കഥകളിലും. ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളുണ്ടായ വിള്ളലുകളും പ്രണയത്തിൻ്റെ ഭൂതകാലവുമെല്ലാം MTയുടെ ഓരോ കഥകളിലും നമുക്ക് വായിച്ചെടുക്കാം. ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന പ്രയോഗത്തിന് അക്ഷരാർത്ഥത്തിൽ അർഹനാണ് MT. മാതൃഭൂമി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ എഴുതിയ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരിൽ നിന്നും ഇന്ന് ലോകം തിരിച്ചറിയുന്ന MTയിലേക്ക് വാസുദേവൻ നായർ നടന്നു തീർത്തത് ചെറുകഥയിൽ നിന്ന് തിരക്കഥയിലേക്കുള്ള ദൂരമായിരുന്നു. ജൂലൈ 15 പുന്നയൂർ കുളത്തെ T. നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായിട്ടാണ് MT എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ജനിച്ചത്. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു MTയുടെ ബാല്യകാലം. മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും MT നൽകിയ സംഭാവനകൾ അതുല്യവും അമൂല്യവുമാണ്. കൂടാതെ അധ്യാപകനായും പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എഴുത്തിലും സിനിമയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രാഷ്ട്രം പത്മഭൂഷൺ, ജ്ഞാനപീഠം എന്നിവയുൾപ്പെടെ തിളക്കമേറിയ നിരവധി പുരസ്കാരങ്ങൾ നൽകി MTയെ ആദരിച്ചിട്ടുണ്ട്. MTയുടെ മൗനം വാചാലമാവുന്നത് തൂലികയിലൂടെയാണ്. തട്ടും തടവുമില്ലാതെ ശാന്തമായി ഒഴുകുന്ന നിളാനദി പോലെയാണ് MTയുടെ എഴുത്തുകൾ. വാക്കുകളുടെ ഒഴുക്ക്, ആശയങ്ങളുടെ ലാളിത്യം, ഭാഷയുടെ സൗന്ദര്യം, ഇതാണ് ഓരോ MT കഥകളുടെയും മുഖമുദ്ര. എത്ര തലമുറകൾ വായിച്ചിട്ടും മടുക്കുന്നില്ല MT എന്ന നോവലിസ്റ്റിനെ, നാലുകെട്ടെന്ന നോവലിനെ. ഒരു ജനത തലമുറകളിലൂടെ കൈമാറുകയാണ് MTയെ ഒരു പൈതൃകം പോലെ. ചെറുകഥകളിലൂടെ വളർന്നു പന്തലിച്ച് നോവലെന്ന ക്യാൻവാസും കടന്ന് വെള്ളിത്തിരയിലെ തിരക്കഥകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച MT ഇന്ന് നമുക്കൊപ്പമില്ല. MTയുടെ വിയോഗം സാഹിത്യ ലോകത്തിന് തന്നെ ഒരു തീരാനഷ്ടമാകുമ്പോഴും അദ്ദേഹം നമുക്കായി ഇവിടെ അവശേഷിപ്പിച്ച കഥകളിലൂടെ മാനവരാശിയുടെ ഹൃദയങ്ങളിൽ എക്കാലവും ജീവിക്കും.